സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കണക്കുകൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 79.63% ഏകദേശ കണക്കെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗേൽക്കർ പറഞ്ഞു. 78.27% പ്രിസൈഡിംഗ് ഓഫീസർ രേഖപ്പെടുത്തിയ കണക്ക്. ബാലറ്റ്സ് വന്നിട്ടുള്ള നമ്മുടെ മൊത്തം ഇലക്ടറേറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതായത് 3,68,193 ഇത്രയാണ് പോസ്റ്റൽ വോട്ട്സ് വന്നിട്ടുള്ളത്. അത് എല്ലാ കാറ്റഗറീസ് ഉൾപ്പെടെയാണ്. നമ്മുടെ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത് 2,71,42,952. അത് എടുക്കുമ്പോൾ ഏകദേശം 1.36% വരും. സോ നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്നത് 78.27 പ്ലസ് 1.36%. പ്രൊവിഷണൽ ആയിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് സർവീസ് വോട്ടേഴ്സിന്റെ കണക്ക് നമുക്കിന്ന് വരാനുണ്ട്. സോ ഏകദേശം 79.63% ഈസ് ദ പ്രൊവിഷണൽ പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് ഇൻ കേരള. പോസ്റ്റൽ സർവീസ് വോട്ടുകൾ ഉൾപ്പെടാത്ത കണക്കാണിത്. പോസ്റ്റൽ സർവീസ് വോട്ടുകളുടെ കണക്ക് വോട്ടെണ്ണൽ ദിവസം മാത്രമേ ലഭിക്കൂ എന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്നലെ അന്തിമ കണക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നും രത്തൻ ഗേൽക്കർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കണക്കുകൾ പുറത്തുവിടുന്നില്ലെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പരാതിക്ക് പിന്നാലെയാണ് രത്തൻ ഗേൽക്കർ മാധ്യമങ്ങളെ കണ്ടത്. നടപടിക്രമങ്ങളിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും സാധാരണയായി എടുക്കുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നും രത്തൻ ഗേൽക്കർ പറഞ്ഞു. കൃത്യമായിട്ടുള്ള കണക്ക് എടുക്കാൻ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിന് നിർബന്ധമുണ്ട്. ഇത് സാധാരണമായിട്ടുള്ള ഒരു നമ്പർ ഓഫ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരിക്കലും ഒരു ഡിലേ വന്നിട്ടില്ല. കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും സമയബന്ധിതമായിട്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കണക്കുകൾ പുറത്തുവിടാൻ വൈകുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു. ഇതിനോട് ആശയക്കുഴപ്പങ്ങൾ ഇല്ല എന്നും എല്ലാവർക്കും കൃത്യസമയത്ത് കണക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്നുമായിരുന്നു രത്തൻ ഗേൽക്കറുടെ മറുപടി. തപാൽ വോട്ട് കണക്ക് കൃത്യതയ്ക്ക് വേണ്ടിയാണ് സമയമെടുത്തത്. സാധാരണ വൈകൽ മാത്രമാണ് ഉണ്ടായത്. 3 ദിവസം മാത്രമാണ് എടുത്തതെന്നും എല്ലാ ഘട്ടങ്ങളിലും പാർട്ടികൾക്ക് പങ്കാളിത്തമുണ്ടെന്നും രത്തൻ ഗേൽക്കർ പറഞ്ഞു. ഒരു ആശയക്കുഴപ്പവും വേണ്ട, എല്ലാം സുതാര്യമാണ്. എല്ലാ പാർട്ടികൾക്കും ബൂത്തിലെ കണക്കുണ്ട്. തപാൽ വോട്ട് എടുത്തതും പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് വോട്ട് ചെയ്യാനായില്ലെന്ന് പരാതിയുണ്ടെങ്കിൽ നിയമ നടപടിയെടുക്കണമെന്നും രത്തൻ ഗേൽക്കർ പറഞ്ഞു. ആർഒമാർക്ക് പരാതി കൊടുക്കണം. കമ്മീഷൻ ആരുടെയും വോട്ട് നിഷേധിച്ചിട്ടില്ല. SIR നടത്തിയതിന്റെ ഗുണം ഉണ്ടാകുമെന്നും രത്തൻ ഗേൽക്കർ പറഞ്ഞു. ഫോം 17E എല്ലാ ബൂത്ത് തലത്തിലും നൽകിയിട്ടുണ്ട്. കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് ഇവ നൽകിയത്. ഫോം C ലഭ്യമായില്ലെന്ന പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും രത്തൻ ഗേൽക്കർ വ്യക്തമാക്കി. മുതിർന്ന പൌരന്മാരുടെ വോട്ട് ശതമാനം 96.3% അദ്ദേഹം പറഞ്ഞു. 60,734 ഭിന്നശേഷിക്കാർ വോട്ട് ചെയ്തു. 96.7% ഹോം വോട്ടുകളുണ്ടായി. 32,172 അവശ്യ വിഭാഗക്കാർ വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള 1,35,068 ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തുവെന്നും രത്തൻ ഗേൽക്കർ പറഞ്ഞു. അർഹതയുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റൽ ബാലറ്റിനെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും രത്തൻ ഗേൽക്കർ കൂട്ടിച്ചേർത്തു.